നമസ്കാരം. ഞാൻ ബിജീഷ് ഉള്ളൂർ, പ്രൊഫഷണൽ ഫുൾ ടൈം ട്രേഡറാണ്. എല്ലാവർക്കും ബിജീഷ് ഉള്ളൂർ മാർക്കറ്റ് പ്രഡിക്ഷൻ ആൻഡ് അനാലിസിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റിയിൽ ഫിൻ നിഫ്റ്റി, ഇതിൽ ഇന്ന് എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്, വരും ദിവസങ്ങളായാലും എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്, എങ്ങനെ വിദഗ്ധമായിട്ട് ട്രേഡുകൾ മാനേജ് ചെയ്യാം. അതിന് മുൻപ് തന്നെയായിട്ട് നിഫ്റ്റിയെ കുറിച്ച് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ശ്രദ്ധിക്കുക. നിഫ്റ്റിയുടെ ലോങ് ടേം ട്രെൻഡ് സ്റ്റിൽ പോസിറ്റീവ് തന്നെയാണ്. കഴിഞ്ഞ ദിവസത്തെ വീഡിയോസിൽ അപ്ഡേറ്റ് ചെയ്തിരുന്നു. 19,600 വരാൻ പോകുന്ന ഒരു ദിവസത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സപ്പോർട്ട്. ഇപ്പോൾ 19,600 മുകളിലേക്ക് നിഫ്റ്റി ഹോൾഡിംഗ് നിലനിർത്തുമ്പോൾ ഈ ഒരു പോസിറ്റീവ് സെന്റിമെന്റിൽ നിലനിൽക്കുമെന്നാണ് നമ്മൾ സൂചിപ്പിച്ചിരുന്നത്. 19,600 താഴത്തേക്ക് ക്ലോസ് ചെയ്താൽ മാത്രമാണ് നിഫ്റ്റിയിലായാലും ആ ഒരു വീക്ക്നെസ് ട്രെൻഡ്, ആ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ നിഫ്റ്റിയിലും കഴിഞ്ഞ ദിവസത്തെ ഒരു ക്ലോസിംഗ് ആയാലും ഒരു പോസിറ്റീവ് സെന്റിമെന്റിൽ തന്നെയായിരുന്നു ക്ലോസിംഗ് വന്നിരുന്നത്. രാവിലത്തെ ഒരു ഓപ്പണിംഗ് തന്നെ നമുക്ക് ചെറിയ ടൈം ഫ്രെയിലെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം നമ്മൾ പറഞ്ഞിരിക്കുന്ന ആ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്തിട്ടാണ് നിഫ്റ്റി വന്നിരുന്നത്. അപ്പോൾ അതിനുശേഷമായാലും എക്സാക്റ്റ് ആയിട്ട് ആ ഒരു സപ്പോർട്ട് വരെ ചെറിയൊരു ടൈം ഫ്രെയിമിൽ യൂട്ടിലൈസ് ചെയ്തവർക്ക് ക്വിക്ക് ആയിട്ടുള്ള ഒരു സ്കാൽപ്പിംഗ് ട്രേഡിംഗ് കൂടി എല്ലാം ക്വിക്ക് ആയിട്ടുള്ള ഒരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ഇവിടുന്ന് ഒരു അവസരം കിട്ടി. നിഫ്റ്റി എക്സാക്റ്റ് ആയിട്ട് ഈ ഒരു ലെവലിൽ നിന്ന് ബൗൺസ് ചെയ്യുകയും 19,960 മുകളിലേക്ക് നിലനിർത്തുകയും ചെയ്തപ്പോൾ നിഫ്റ്റിയിലായാലും റൈറ്റ് ഒരു ബൈഡ് ഓപ്പർച്യൂണിറ്റി ഇവിടെ നിന്ന് കിട്ടിയിരുന്നു. 19,710 റെസിസ്റ്റൻസ് വരെയാണ് മുകളിലോട്ട് പോയിരുന്നത്. റെസിസ്റ്റൻസിന്റെ അടുത്തുനിന്ന് സ്ട്രഗിൾ ചെയ്തെങ്കിലും ആ റെസിസ്റ്റൻസിന്റെ അടുത്തുനിന്ന് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വരാൻ നോക്കി നമ്മൾ ഈ ഒരു ലെവലിൽ മാനേജ് ചെയ്യേണ്ട രീതി കഴിഞ്ഞ ദിവസത്തെ വീഡിയോസിൽ പറഞ്ഞിരുന്നു. അതായത് ജസ്റ്റ് ഒരു 20 പോയിന്റ് ബിലോ വന്ന ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാനാണ് സൂചിപ്പിച്ചിരുന്നു. നമുക്കൊരു ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി ഈ ഒരു ലെവലിൽ നിന്ന് ആക്റ്റീവ് ആയിരുന്നു. പക്ഷേ നിഫ്റ്റിയിലും 19,674 വരെയാണ് നിഫ്റ്റി ലോ വന്നിരുന്നുള്ളൂ. നിഫ്റ്റിയിലും സ്ട്രോങ് ആയിരുന്നു, മുകളിലേക്ക് ഒരു മൊമെന്റം സ്ട്രോങ് ആയിരുന്നു. അതിനുശേഷം 710 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്ത് നിലനിൽക്കുന്നതാണ് നമ്മൾ നിഫ്റ്റിയിൽ കണ്ടിരുന്നത്. 745 റെസിസ്റ്റൻസും നൽകിയിരുന്നു. അവസാനത്തെ ഒരു സെക്ഷനിൽ 745 റെസിസ്റ്റൻസും ബ്രേക്ക് ചെയ്തുകൊണ്ട് ഒരു പോസിറ്റീവ് സെന്റിമെന്റിൽ നിലനിൽക്കുന്നതാണ് നമ്മൾ നിഫ്റ്റിയിൽ കണ്ടിരുന്നത്. അപ്പോൾ വരും ദിവസങ്ങളായാലും നിഫ്റ്റിനെ എങ്ങനെ മാനേജ് ചെയ്യാം, ഏതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സപ്പോർട്ട്, റെസിസ്റ്റൻസ് ലെവൽ, എങ്ങനെയാണ് നമുക്കൊരു കൃത്യമായിട്ട് ഈ ഒരു ട്രെൻഡ് നമുക്ക് ഇൻട്രാഡേയിൽ മാനേജ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. നിഫ്റ്റിയിലും ലോവർ ലെവല് നിഫ്റ്റിയിലും സപ്പോർട്ട് കാണുന്നത് 19,660 സപ്പോർട്ടാണ്. അതുപോലെ തന്നെ ഹയർ ലെവലിലേക്ക് ആയാലും നിഫ്റ്റി ഈ ഒരു പോസിറ്റീവ് സെന്റിമെന്റിൽ ഇപ്പോൾ ഇന്നത്തെ ഒരു മൂവ്മെന്റ് ഒരു പോസിറ്റീവ് സെന്റിമെന്റിലായാലും 760 അടുത്ത് സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് തൊട്ടടുത്ത ആ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് നൽകിയിരിക്കുന്നത്. കേസ് കൃത്യമായിട്ടുള്ള ആ ഒരു എൻട്രി കിട്ടിയ മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് നിഫ്റ്റി ആയാലും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് കാണുന്നത് 19,745 സപ്പോർട്ട്. ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ്. 19,760 മുകളിലേക്ക് ബ്രേക്ക് ചെയ്ത ബൈർ ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. പക്ഷെ 780 ആകുമ്പോഴേക്കും ക്വിക്ക് ആയിട്ടുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം ഈ ഒരു ലെവല് ചെറിയൊരു റേഞ്ച് ആണ്. എന്നിരുന്നാലും നിഫ്റ്റിക്കായാലും ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു മൊമെന്റം കിട്ടണമെങ്കിൽ ക്വിക്കായിട്ട് റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് ബ്രേക്ക് ചെയ്ത് പോകുന്ന ഒരു മൂവ്മെന്റ് ആണ് ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു മൊമെന്റം വരുന്നത്. അല്ലെങ്കിൽ നിഫ്റ്റി ആയാലും ഈ ഒരു ലെവലിൽ നിന്നായാലും റെസിസ്റ്റൻസിന്റെ അടുത്തുനിന്നായാലും അല്ലെങ്കിൽ ഈ ഒരു രണ്ട് റെസിസ്റ്റൻസ് സപ്പോർട്ട് ഏരിയയിലായാലും 19,745 ബ്രേക്ക് ചെയ്ത ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. 700-720 അടുത്തൊരു സപ്പോർട്ട് വരുന്നത്. ഇവിടെയാണ് ആ ഒരു സപ്പോർട്ട് വരുന്നത്. അപ്പൊ ഈ ഒരു ലെവൽ എത്തുമ്പോൾ ക്വിക്കായിട്ട് പ്രോഫിറ്റ് ബുക്കിംഗ് നടത്താനായിട്ട് ശ്രമിക്കാം. ഈ ഒരു ലെവൽ ഹോൾഡ് ചെയ്ത് 745 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിഫ്റ്റി സ്ട്രോങ് ആണ്. അതുപോലെ തന്നെ ഓപ്പൺ ചെയ്യുന്നത് തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്ത് വരുന്ന ഒരു ഓപ്പണിംഗ് ആണെങ്കിൽ സപ്പോർട്ട് 660 ആണ്. 660 അടുത്തത് പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തുക. പക്ഷെ 660 താഴത്തേക്ക് നിലനിന്നാൽ വീക്ക്നെസ് ആണ്. പ്രോഫിറ്റ് ബുക്കിംഗ് സ്ട്രോങ് ആയിട്ട് വരും. തിരിച്ച് 720 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിഫ്റ്റിയിലും ആ ഒരു സ്ട്രെങ്ത് ആണ് കാണിക്കുന്നത്. നിഫ്റ്റിക്കായാലും ആ ഒരു സ്ട്രെങ്ത് കിട്ടുന്നില്ലെങ്കിൽ 700 അടുത്തുനിന്നായാലും വീക്ക് ആകും. അതിനുശേഷം ഈ ഒരു ലെവലിൽ നിന്നായാലും പ്രോഫിറ്റ് ബുക്കിംഗ് വരും. എപ്പോഴും മാർക്കറ്റിൽ ആ ഒരു സ്ട്രെങ്ത് വരുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഒരു റെസിസ്റ്റൻസിന്റെ ഒരു മുകളിലേക്ക് നമ്മൾ ഇന്ന് നൽകിയിരിക്കുന്ന പോലെ തന്നെ ഈ ഒരു വലിയൊരു ഫാൾ വന്നെങ്കിലും പറഞ്ഞിരിക്കുന്ന റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് നിഫ്റ്റിക്ക് ക്ലോസ് ചെയ്യാനായി ചെറിയൊരു ടൈം ഫ്രെയിമിൽ 5 മിനിറ്റ് ടൈം ഫ്രെയിമിൽ പോലും നിഫ്റ്റിക്ക് ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നിഫ്റ്റിക്ക് അതിൽ സ്ട്രെങ്ത് ഉണ്ട്. അപ്പോഴാണ് നമ്മൾ ആ ഒരു ബൈയിലേക്ക് നമ്മൾ എപ്പോഴും നിലനിൽക്കേണ്ടത്. ബാങ്ക് നിഫ്റ്റി നമുക്ക് നോക്കാം. ബാങ്ക് നിഫ്റ്റിയെ കുറിച്ചും നമ്മൾ കഴിഞ്ഞ ദിവസത്തിൽ പറഞ്ഞതാണ്.
സെൽ ഓൺ എവരി പ്രൈസ് ആണ് ബാങ്ക് നിഫ്റ്റിയുടെ ഒരു സ്ട്രാറ്റജി കാണുന്നത്. പക്ഷെ അതിന് ആ ഒരു രീതിയിൽ ചെയ്യണമെങ്കിൽ നമുക്ക് കൃത്യമായിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് കൃത്യമായിട്ടുള്ള രീതിയിൽ വന്നാലാണ് നമുക്ക് അതേ രീതിയിൽ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കുന്നത്. തുടക്കത്തിൽ ഒരു ഷോർട്ട്സിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നെങ്കിലും നിഫ്റ്റി സോറി ബാങ്ക് നിഫ്റ്റി ആയാലും 570 റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്ത് നിലനിൽക്കുകയാണ്. 570 എന്ന് പറയുന്ന ഒരു റെസിസ്റ്റൻസ് ഏരിയയുടെ മുകളിലേക്ക് നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്തപ്പോൾ പിന്നെ അതിനുശേഷം ഈ ഒരു ലെവലിൽ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുകയാണ് ചെയ്തിരുന്നത്. അപ്പൊ നിഫ്റ്റിയിലായാലും എപ്പോഴും ആ ഒരു ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ടത് എപ്പോഴും പറഞ്ഞിരിക്കുന്ന ഒരു സപ്പോർട്ടിന് ഒരു താഴെ നിലനിൽക്കുമ്പോൾ മാത്രമാണ് ആ ഒരു ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ടത്. അതിനുശേഷം 570 എക്സാക്ട് ആയിട്ട് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തിരുന്നു. ഇന്നത്തെ ഒരു ഓപ്പണിംഗ് ക്യാൻഡിൽ പോലും 570 റെസിസ്റ്റൻസ് എക്സാക്ട് ആയിട്ട് വർക്ക് ചെയ്ത് നോക്കുക. ചെറിയൊരു ടൈം ഫ്രെയിലൊക്കെ നല്ലൊരു ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി വന്നിരുന്നു. പക്ഷെ 470 സപ്പോർട്ട് ഹോൾഡ് ചെയ്തുകൊണ്ട് വീണ്ടും തിരിച്ചു കയറിയപ്പോൾ ഇൻ കേസ് ഷോർട്ട്സിന്റെ പൊസിഷൻ ഉണ്ടെങ്കിൽ എക്സിറ്റ് ചെയ്യാനുള്ള ഒരു അവസരമാണ്. അതിനുശേഷം അതിൽ ഈ ഒരു സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്തിരുന്നില്ല, ബൈയുടെ ഒരു സെന്റിമെന്റിലായിരുന്നു. 570 ബ്രേക്ക് ചെയ്തപ്പോഴും ആ ഒരു ബൈയുടെ ഒരു സെന്റിമെന്റിലാണ്. പിന്നെ ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ 470 ഒരു താഴത്തേക്ക് വരണം. അതിനുശേഷം നമ്മൾ ബാങ്ക് നിഫ്റ്റിയുടെ കേസിൽ പറഞ്ഞിരുന്നു തുടർച്ചയായിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസുകൾ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ബാങ്ക് നിഫ്റ്റിയുടെ ഒരു മൂവ്മെന്റ് സ്ട്രക്ചർ നോക്കുക. കുറച്ചൊരു കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ്. കാരണം റെസിസ്റ്റൻസ് ഏരിയകളാണ്. മുകളിലേക്ക് അത്ര വലിയൊരു സ്പീഡിലായാലും ബാങ്ക് നിഫ്റ്റിക്ക് പോകാനായിട്ട് സാധിച്ചിരുന്നില്ല. ഇപ്പൊ ബാങ്ക് നിഫ്റ്റിയുടെ ഈ ഒരു മൂവ്മെന്റ് ആയാലും 45,800 900 ഈ ഒരു ലെവലിലൊക്കെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആണ്. 45,700 സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആണ്. പക്ഷേ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി വന്നാൽ മാത്രമാണ് യൂട്ടിലൈസ് ചെയ്യേണ്ടത്. കാരണം ബാങ്ക് നിഫ്റ്റിയുടെ കഴിഞ്ഞ ദിവസം ഒരു ക്ലോസിങ് കുറച്ചൊരു വീക്ക്നെസ് ആണ്. പക്ഷെ നിഫ്റ്റി ഒരു പോസിറ്റീവ് സെന്റിമെന്റിലാണ്. നമ്മളത് സൂചിപ്പിച്ചിരുന്ന ലെവലിൽ തന്നെയാണ്. അപ്പോൾ ഒരു ദിവസങ്ങളായാലും ബാങ്ക് നിഫ്റ്റി എങ്ങനെ മാനേജ് ചെയ്യാം, ഏതാണ് ട്രേഡ് ചെയ്യേണ്ട സപ്പോർട്ട് റെസിസ്റ്റൻസ് എന്ന് നമുക്ക് നോക്കാം. ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് 45,700 ആണ്. 45,700 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. യൂട്ടിലൈസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് 45,800 ഓരോ 100 പോയിന്റിലും ഹയർ ലെവലിലേക്ക് റെസിസ്റ്റൻസുകൾ കാണുന്നുണ്ട്. 800 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ടോ നോക്കുക, 900 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ടോ നോക്കാം. 800 മുകളിൽ ഓപ്പൺ ചെയ്താലും 900 മുകളിലേക്ക് അടുത്ത റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ ബൈയുടെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. 47,700 താഴെയാണ് ഓപ്പണിംഗ് എങ്കിൽ ചെറിയൊരു ടൈമിലെ ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു സപ്പോർട്ട് മനസ്സിലാക്കി വെക്കുക. 550 അടുത്ത് നിന്ന് ക്വിക്ക് ആയിട്ടുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തുക. 550 ബ്രേക്ക് ചെയ്താൽ 350 അടുത്തൊരു സപ്പോർട്ട് വരുന്നത്. 550 ബ്രേക്ക് ചെയ്ത് വരുന്ന ഒരു ഓപ്പണിംഗ് ആണെങ്കിൽ 350 അടുത്തൊരു സപ്പോർട്ട്. 350 ബ്രേക്ക് ചെയ്താൽ ബാങ്ക് നിഫ്റ്റി കുറച്ചൊരു വീക്ക്നെസ് ആണ്. സ്ട്രോങ് ആയിട്ടുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് ബാങ്ക് നിഫ്റ്റി പ്രതീക്ഷിക്കാം. ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ് ബൺ ഓപ്പണിംഗ് ആയിരുന്നാലും സപ്പോർട്ടിലാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. 550 സപ്പോർട്ട് ബ്രേക്ക് ചെയ്യാതെ ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്ത് ബൈക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകേണ്ടത്. 47,700 റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. അതിനുശേഷം ഇതിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിലാണ് നമുക്ക് ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി, അല്ലെങ്കിൽ ഇതിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ബൈ സെന്റിമെന്റിലേക്ക് നിലനിൽക്കാനായിട്ട് ശ്രദ്ധിക്കുക. ബാങ്ക് നിഫ്റ്റി ഇത്ര ലെവലുകൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ആ ഒരു ട്രെൻഡിൽ നിലനിൽക്കാനായിട്ട് സാധിക്കും. ഫിൻ നിഫ്റ്റി നമുക്ക് നോക്കാം. ഫിൻ നിഫ്റ്റി എന്ന് വർക്ക് ചെയ്ത് നോക്കുക. സപ്പോർട്ട് പറഞ്ഞിരിക്കുന്ന റെസിസ്റ്റൻസ് നോക്കുക. 20,333 അതാണ് ഫിൻ നിഫ്റ്റിയിലെ ഇന്നത്തെ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തിരുന്നത്. ആ ഒരു റെസിസ്റ്റൻസിന്റെ അടുത്ത് തന്നെ ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി ആണ്. ഇപ്പോൾ എക്സാക്ട് ആയിട്ട് ആ പറയുന്ന ഒരു സപ്പോർട്ട് ലെവല് വർക്ക് ചെയ്ത് നോക്കുക. നമ്മൾ വേറൊരു സപ്പോർട്ട് ലെവല് ഈ ഒരു ലെവലിലോ ഈ ലെവലിലോ ഒന്നും നമ്മൾ നൽകിയിട്ടില്ല. റൈറ്റ് സപ്പോർട്ട് ലെവലുകളാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. 20,210 നമ്മൾ സപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ഇന്ന് വന്നിരിക്കുന്ന ലോ ശ്രദ്ധിക്കുക. അപ്പൊ എക്സാക്ട് ആയിട്ട് ആ ഒരു സപ്പോർട്ടിൽ തന്നെയാണ് ബൗൺസ് ചെയ്തിരുന്നത്. 20,333 അടുത്ത് തന്നെ വീക്ക്നെസ് ആയിരുന്നു. ആ ലെവലിൽ നിന്ന് പ്രോഫിറ്റ് ബുക്കിംഗ് വരാൻ നോക്കിയെങ്കിൽ അവസാനത്തെ ഒരു സെക്ഷനിൽ തിരിച്ച് കയറിക്കൊണ്ട് ഫിൻ നിഫ്റ്റിയിലെ ഒരു സൈഡ് വേസ് ആൻഡ് വോളറ്റൈൽ മൂവ്മെന്റ് ആണ്. അപ്പൊ വരും ദിവസങ്ങളിലായാലും ഫിൻ നിഫ്റ്റിനെ നമുക്കത് എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ഫിൻ നിഫ്റ്റിക്ക് നിലനിർത്തേണ്ട സപ്പോർട്ടുകളാണ് 20,000 ലോവർ ലെവലിൽ 20,200 20,300. അപ്പോൾ 20,300 ഹോൾഡ് ചെയ്തുകൊണ്ട് ഒരു ഓപ്പണിംഗ് കിട്ടിക്കഴിഞ്ഞാൽ ബൈയുടെ ഒരു സിഗ്നലാണ് ഹയർ ലെവലിലേക്ക് ഫിൻ നിഫ്റ്റിയുടെ റെസിസ്റ്റൻസ് വരുന്നത്. 20,410 ഹയർ ലെവലിലേക്ക് റെസിസ്റ്റൻസ് വരുന്നത്. അതിനുശേഷം ആയാലും ഫിൻ നിഫ്റ്റിയുടെ റെസിസ്റ്റൻസ് ആയാലും 20,480 റെസിസ്റ്റൻസ് വരുന്നത്. അപ്പോൾ ഫിൻ നിഫ്റ്റിയുടെ ഇപ്പോൾ വരും ദിവസങ്ങളായാലും
വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നാലും റെസിസ്റ്റൻസിന്റെ അടുത്ത് നിന്നാണെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിൽ കിട്ടുന്ന ഷോർട്സിന്റെ ഓപ്പർച്യൂണിറ്റി ഓപ്പണിംഗിൽ യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു സപ്പോർട്ട് 20,300 അപ്പോൾ ഓപ്പൺ ചെയ്യുന്നത് 20,300 ഹോൾഡ് ചെയ്തിട്ടാണെങ്കിൽ ഷോർട്സിന്റെ ഓപ്പർച്യൂണിറ്റിക്ക് 20,300 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് ഷോർട്സിന്റെ ഓപ്പർച്യൂണിറ്റി 20,300 ബ്രേക്ക് ചെയ്ത് വരുന്ന ഒരു ഓപ്പണിംഗ് ആണെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിൽ ഷോർട്സിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. 20,200 സപ്പോർട്ട്, 20,200 താഴത്തേക്ക് നിലനിന്ന ഫിനിഫ്റ്റി സ്ട്രോങ് വീക്ക്നെസ് ആണ്. ഫിനിഫ്റ്റിയിലായാലും ഇത്തരം ലെവലുകൾ ഫോളോ ചെയ്താൽ കൃത്യമായിട്ടുള്ള ട്രെൻഡിൽ നിലനിൽക്കാനായിട്ട് സാധിക്കും. മാർക്കറ്റിൽ വലിയ അവസരമായിട്ട് നമുക്ക് ഒരു ദിവസത്തെ അപ്ഡേറ്റിൽ വീണ്ടും കാണാം. എല്ലാവരുടെയും വലിയ ഷെയറുകളും കമ്പനികളും പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി.